السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഒരു കിതാബ് അൽ ഹിക്മത്തുൽ ഇലാഹിയ ഫി വുജൂദി ഷർ, തിന്മയുടെ പിന്നിലുള്ള ഹിക്മത്തിനെ പറ്റി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിനെ പറ്റി ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ചർച്ച ചെയ്യുകയാണ്. വ്യത്യസ്ത ചാപ്റ്റേഴ്സ് ഉണ്ട് ഈ ബുക്കിൽ. നമ്മൾ ഓരോ ചാപ്റ്ററും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതിൽ വിശദീകരിക്കാം. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്നുള്ളത് ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പിന്നിലുള്ള ഹിക്മത്താണ്. ഇത് യുക്തിവാദികൾക്കുള്ള മറുപടിയല്ല, മറിച്ച് നമ്മൾ മുസ്ലിമീങ്ങൾക്ക് തന്നെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പാരഡൈമിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്താൽ മാത്രമേ ഈ വിഷയം നമുക്ക് മനസ്സിലാവുള്ളൂ. യുക്തിവാദികളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് മറ്റു പല വിഷയങ്ങളും ഉണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതല്ല, നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയുക, നമുക്ക് വിശ്വാസം ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ചർച്ച ചെയ്യുന്നത് ആദം അലൈഹിസ്സലാമിനെ കുറച്ചുകൂടി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ തിരിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയത് എന്നുള്ളതാണ്. നമുക്ക് ഭൂമിയിലേക്ക് അയക്കപ്പെടുമ്പോഴാണ് നമുക്ക് ഹാർഡ്ഷിപ്സ് അഥവാ പ്രശ്നങ്ങൾ നേരിട്ട്, അള്ളാഹിന്റെ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ട് അതിൽ വിജയിച്ച് അങ്ങനെ തിരിച്ചെത്തുമ്പോഴാണ് നമ്മൾ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വർഗത്തിന് അനുയോജ്യമായ അവസ്ഥയിൽ എത്തുകയുള്ളൂ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. ഇത് നമുക്കുള്ള പരീക്ഷണമാണ്. ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായും സ്വർഗത്തിൽ നിന്ന് ഇരുന്നാൽ ഇത് നടക്കൂലല്ലോ. നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവണം. ആ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കപ്പെട്ടത് നമ്മൾ വ്യക്തമായി വൃത്തിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് തിരിച്ച് നമുക്ക് സ്വർഗം എന്നുള്ളത് ഒരു റിവാർഡായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ഇബ്നുൽ ഖയ്യിം പറയുന്നു. മൂന്നാമതായി അദ്ദേഹം പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പ്രവാചകന്മാരെയും അമ്പിയാക്കളെയും ഔലിയാക്കളെയും എല്ലാം വേർതിരിച്ച് മാറ്റി നിർത്തണം. അതിനുവേണ്ടി എന്ത് വേണം? ഈ ഭൂമിയിൽ ഒരു പരീക്ഷണ ഘട്ടമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാറ്റണം. ആരൊക്കെയാണ് കഷ്ടതയുടെ അവസ്ഥയിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്, ആരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിരുപാധികം ഏതൊരു അവസ്ഥയിലും അള്ളാഹിനെ അനുസരിക്കുന്നത് എന്നുള്ളതെല്ലാം തിരിച്ചറിഞ്ഞ് അതിലൂടെയാണ് അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാം ഉണ്ടാവുന്നത്. അതിന് ഈ ഭൂമി തീർച്ചയായും ഒരു കാരണമാണ്. മറ്റൊരു കാരണം അള്ളാഹിന്റെ നാമങ്ങളുടെ മാനിഫെസ്റ്റേഷനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫാറാണ്, ഗഫൂറാണ്. ഗഫാർ എന്ന് പറഞ്ഞാൽ എത്ര തിന്മകളുണ്ട്, തിന്മയുടെ എണ്ണത്തിന് അതീതമായി എത്ര തിന്മ ചെയ്താൽ പോലും അത് പൊറുക്കുന്നവനാണ് അള്ളാഹു. എത്ര ഗുരുതരമായ തെറ്റ് ചെയ്താലും, എത്ര വലിയ പാപം ചെയ്താലും അത് പൊറുക്കുന്നവനാണ് അള്ളാഹു. അതാണ് ഗഫൂർ എന്ന് പറയുന്നത്. അതുപോലെ അഫുവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, മുമീത്താണ്, മുഹീയാണ്. ഇതെല്ലാം, ഈ നാമങ്ങളെല്ലാം തന്നെ മാനിഫെസ്റ്റഡ് ആവണമെങ്കിൽ നമ്മൾ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചു തീർന്നാൽ മാത്രമേ പറ്റൂ എന്ന് ഇബ്നുൽ ഖയ്യിം പറയുന്നു. മറ്റൊരു കാര്യം, നമ്മൾ കാണാത്ത വിഷയങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോഴാണ് ആ വിശ്വാസത്തിന് കൂടുതൽ അർത്ഥം വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, പരലോകത്തെത്തുമ്പോൾ എല്ലാവരും ഒരുപോലെ അള്ളാഹുവിൽ വിശ്വസിക്കും. പക്ഷെ ആ വിശ്വാസം കൊണ്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല. വിശ്വാസം കൊണ്ട് ഉപകാരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കാണാത്ത വിഷയത്തിൽ വേണം വിശ്വസിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല, നരകം ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. കാണാതെയാണ് നമ്മൾ ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ. അതുകൊണ്ടാണ് ഈ വിശ്വാസം നമുക്ക് നാളെ പരലോകത്ത് ഉപകാരപ്പെടുക എന്ന് ഇബ്നുൽ ഖയ്യിം പറയുന്നു. മറ്റൊരു കാരണം അദ്ദേഹം പറയുന്നത് ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തീൻ, മണ്ണിൽ നിന്നാണ്. അപ്പൊ മണ്ണിൽ പല രീതിയിലുള്ള മണ്ണുകളുണ്ട്. അപ്പോൾ അതിൽ മോശപ്പെട്ട രീതിയിലുള്ള മണ്ണുകളും അതിൽ കലർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹ് ഇതിൽ നിന്ന് നല്ലതിനെയും ചീത്തതിനെയും വേർതിരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് അതിന്റെ മാർഗം ആവശ്യമില്ല, പക്ഷെ അത് നമുക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് ഇങ്ങനെ ഒരു ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുകയാണ്, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ എന്ന ആ ആയത്ത്, നമ്മൾ ബഖറയിൽ ഓതുന്ന ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയാണ്, ഞാൻ ഈ ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ മലക്കുകൾ ചോദിച്ച ചോദ്യം, അതജാലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഈ വർഗത്തെ എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുകയാണ്. എന്നാൽ അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയാതെ പറയുകയാണ് എന്ത്? മനുഷ്യർ
അവർ അവരുടെ ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് എന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്ന് പറഞ്ഞത്. മാത്രമല്ല, നിങ്ങൾ ആരാധിക്കുന്നതെല്ലാം നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരു ടെംപ്ടേഷൻസോ ഒന്നും ഇല്ലാതെയാണ് മലക്കുകൾ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മലക്കുകൾക്ക് ശത്രുക്കളുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നതിൽ നിന്ന് മലക്കുകളെ തടയാൻ ആരും തന്നെ ഇല്ല. എന്നാൽ മനുഷ്യരുടെ സ്ഥിതി അതല്ല. ഇത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഇച്ഛകളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ട് ആണ് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. ഇത് ഇബ്ലീസിന്റെ മുന്നിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് ഇബ്ലീസാണ്. ആ ഇബ്ലീസിന്റെ മുന്നിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചത് എന്നുള്ളത് ഇബ്നുൽ ഖയ്യിം പറയുന്നു. അതുപോലെ തന്നെ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട് അള്ളാഹുവിന്റെ ശത്രുക്കൾ അവർക്ക് അള്ളാഹുവിനെ ധിക്കരിക്കാൻ ഒരു അവസരം കൂടി ലഭിക്കുമ്പോഴാണ് അവരെ നാളെ ശിക്ഷിക്കുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രുക്കൾ ശിക്ഷിക്കപ്പെടുന്നത് മറ്റൊരു അനുഗ്രഹമാണ് എന്നുള്ളത് ഇബ്നുൽ ഖയ്യിം പറയുന്നു. മറ്റൊരു കാര്യം, ഈ പോയിന്റിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. സ്വർഗം എന്നുള്ളത് ഇബാദത്തിനുള്ള സ്ഥലമല്ല, മറിച്ച് ഇബാദത്തിനുള്ള സ്ഥലം ഈ ഭൂമിയാണ്. ഈ ഭൂമിയിൽ ഇബാദത്ത് ചെയ്ത് അതിനുള്ള റിവാർഡായിട്ടാണ് നമുക്ക് സ്വർഗം ലഭിക്കേണ്ടത്. അപ്പോൾ ആദം അലൈഹിസ്സലാം ആദ്യം തന്നെ സ്വർഗത്തിലേക്ക് വരുമ്പോൾ ആ സ്വർഗമല്ല, മറിച്ച് ഭൂമിയിലേക്ക് അയക്കപ്പെട്ട് ഭൂമിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് പിന്നീട് നേടുന്ന സ്വർഗമായിരിക്കും നമുക്ക് യഥാർത്ഥമായ രീതിയിൽ സ്വർഗത്തെ ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത് കൂടി ഇബ്നുൽ ഖയ്യിം പറയുന്നു. മറ്റൊരു കാര്യം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ആദം അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റി. ഇത് നേരിട്ട് ബോധ്യപ്പെടുത്തി കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ഭൂമിയിലേക്ക് ആദം അലൈഹിസ്സലാമിനെ അയക്കുന്നത്. അപ്പോൾ ഒരു ശത്രുവിനെ പറ്റി നമുക്ക് വ്യക്തമായി അറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രിപ്പയർഡ് ആവാൻ പറ്റുക എന്നുള്ളത്. നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് ചെയ്ത ചതിയും അല്ലെങ്കിൽ ഇബ്ലീസ് എത്രത്തോളം ശത്രുത കാണിച്ചു എന്നുള്ളത് നമ്മൾ കേട്ടറിയുകയാണ്. അല്ലെങ്കിൽ അത് ഏറ്റവും നന്നായി അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് പ്രിപ്പയർഡ് ആവാൻ പറ്റും എന്നുകൂടി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക എന്നുള്ളത്, ഈ സ്നേഹം എന്നുള്ളത് ഏറ്റവും നല്ല അവസ്ഥയിൽ ആരാണോ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് അതല്ല സ്നേഹം, മറിച്ച് പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കുമ്പോൾ ആരാണോ നമ്മുടെ സ്നേഹിക്കുന്നത് അതാണ് യഥാർത്ഥ സ്നേഹം. ഇപ്പൊ നമ്മൾ തന്നെ പറയാറുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോഴാണ് ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നല്ല രീതിയിൽ പോകുമ്പോൾ എല്ലാവരോടും സ്നേഹം ഉണ്ടാവും എന്നുള്ളത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇവിടെ നിലനിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും കഷ്ടതകളും അനുഭവിക്കേണ്ടി വരും. ആ സമയത്തും അള്ളാഹുവിനെ ബരമേൽപ്പിച്ച് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. അങ്ങനെയാണ് നമുക്ക് സ്വർഗം ലഭിക്കേണ്ടത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. മറ്റൊരു കാരണം പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് റിപ്പന്റ് ചെയ്യുന്ന അഥവാ തൗബ ചെയ്യുന്ന അടിമകളോടുള്ള സ്നേഹം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ തൗബ ചെയ്യണമെങ്കിൽ അഥവാ തെറ്റ് ചെയ്ത് ആ തെറ്റിൽ പശ്ചാത്താപം തോന്നി അതിൽ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു നന്മ അത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം. അതിന് ഈ ലോകത്ത് മാത്രമാണ് തെറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവേണ്ടത്. അത് തെറ്റിദ്ധരിക്കപ്പെടരുത്. തിന്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അള്ളാഹ് നമ്മളെ പറഞ്ഞു വെച്ചിട്ടുള്ളത്, മറിച്ച് തിന്മ സംഭവിക്കും. ആ തിന്മ സംഭവിക്കുന്നത് ഈ ലോകത്ത് മാത്രമാണ്. അങ്ങനെ തിന്മ സംഭവിച്ചാൽ നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുമ്പോൾ സംഭവിക്കുന്ന ആ നന്മ, അത് ആ ലാർജർ ഗുഡ്, ആ ഒരു വലിയ നന്മ സംഭവിക്കണമെങ്കിൽ അതിന് ഈ ലോകത്ത് മാത്രമേ അവസരമുള്ളൂ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. മറ്റൊരു കാര്യം, സ്വർഗം എന്നുള്ളത് പല ലെവലിലായിട്ട് ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു ദർജയിൽ നിന്ന് മറ്റൊരു ദർജയുടെ ഇടയിലേക്ക് ഒരു ആകാശഭൂമികളുടെ ഇടയിലുള്ള അത്രയും വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്തരം ദർജകൾ അല്ലെങ്കിൽ ഇത്തരം വ്യത്യാസങ്ങൾ ഉണ്ടാവണമെങ്കിൽ, ഏറ്റക്കുറച്ചിൽ ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ നമ്മൾ മനുഷ്യർ ചെയ്ത നന്മകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അങ്ങനെ നന്മകളുടെ ഏറ്റക്കുറച്ചിലുകളും അല്ലെങ്കിൽ കൂടുതൽ നന്മ ചെയ്ത് വലിയ ദർജ നേടിയെടുക്കാനുള്ള അവസരം കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനും ഈ ലോകത്ത് മാത്രമേ അവസരമുള്ളൂ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. അപ്പോൾ നമ്മുടെ ഉപ്പ ആദം അലൈഹിസ്സലാം ഒരിക്കൽ സ്വർഗത്തിലായിരുന്നു. അത് നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് തിരിച്ച് ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള മോട്ടിവേഷൻ എന്ന് ഇബ്നുൽ ഖയ്യിം പഠിപ്പിക്കുകയാണ്. ഒടുവിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്, ആദം അലൈഹിസ്സലാം ഒരിക്കലും പുറത്താക്കപ്പെട്ടത് സ്വർഗത്തിൽ നിന്ന് കാലാകാലത്തേക്കോ അല്ലെ അനന്തമായി പുറത്താക്കപ്പെട്ടതല്ല, മറിച്ച് പുറത്താക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഒടുവിൽ തിരിച്ചെത്തേണ്ടത് ഈ സ്വർഗത്തിലേക്ക് തന്നെയാണ്. സ്വർഗമാണ് നമ്മുടെ അടിസ്ഥാനപരമായ സ്ഥലം.
പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ളത്. തുടർന്ന് അടുത്ത ചാപ്റ്റർ അദ്ദേഹം വിശദീകരിക്കുന്ന മറ്റു പല ടോപ്പിക്കുകളുണ്ട്. നമുക്ക് വരും ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.